മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസ് യോഗം ഉടൻ ആരംഭിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ബൽറാം നെടുങ്ങാടും ചേരുന്നുണ്ട്. ആദ്യം വിനീതയിലേക്കാണ്. വിനീത, അതിനിർണായകമായ ചർച്ചയാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. കേരളക്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചർച്ച. നിലവിൽ നമ്മൾ തെരുവുകൾ കണ്ട ഫ്ലെക്സ് പോരിലും അനുയായികളുടെ എന്തായാലും അനുയായികളുടെ പറഞ്ഞ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരുവിൽ കണ്ട അവരുടെ അവകാശവാദങ്ങൾ ഇന്ന് അതാ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനിർണായകമായ ചർച്ച. ആദ്യ റൗണ്ട് ചർച്ചയിൽ ശുഭകരമായ എന്തെങ്കിലും വാർത്ത പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒരു മാരത്തൺ ചർച്ചയ്ക്കില്ല അവിടെ സാധ്യത? എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് കണ്ടെത്താൻ അതിനിർണായകമായ ചർച്ച, കൂടിക്കാഴ്ച ഉടൻ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ നടക്കും. കഴിഞ്ഞ ദിവസം AICC നിരീക്ഷകരെത്തി. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുമായുള്ള ചർച്ച, മുതിർന്ന നേതാക്കൾ കണ്ടുള്ള അഭിപ്രായ രൂപീകരണം, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ റിപ്പോർട്ടുമായി അങ്ങ് ഡൽഹിയിലെത്തിയ ഹൈക്കമാൻഡ് നിരീക്ഷകർ. ഇനി ആ റിപ്പോർട്ടിന്മേലൊരു ചർച്ച, ഒപ്പം അവകാശവാദം ഉന്നയിക്കുന്ന മൂവർക്കും പറയാനുള്ള കാര്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ട് അന്തിമമായ തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തും. അതാണ് കോൺഗ്രസിന്റെ പതിവ് രീതി. വിനീത വിജി ചേരുന്നു. വിനീത, അതിനിർണായകമായ ചർച്ചയാണ്. ഫസ്റ്റ് ചർച്ചയിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഒരു മാരത്തൺ ചർച്ചയ്ക്ക് തന്നെയല്ലേ സാധ്യത? തീർച്ചയായും സുഹൈൽ, അങ്ങനെ തന്നെയാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നേതാക്കൾ 4 മണിക്കുള്ള ചർച്ചയ്ക്കായി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിരീക്ഷകരായി എത്തിയ മുഗൾ വാസ്നിക്ക് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് രമേശ് ചെന്നിത്തല, VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സണ്ണി ജോസഫ് വന്നിട്ടുണ്ട്. ദീപാദാസ് മുൻഷി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ VD സതീശൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാൽ കൂടി യോഗത്തിൽ പങ്കെടുക്കാനായി ഈ രാജാജി 10 വീട്ടിലേക്ക് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യം 4 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കും. അതിനുശേഷം നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിച്ചുള്ളൊരു ചർച്ചയുണ്ടാകും. അതിനുശേഷം ഈ പ്രത്യേകം നേതാക്കളെ കാണേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലേക്ക് നേതാക്കളെ കാണും. ഇതിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഏതാണ് ഈ ഹൈക്കമാൻഡ് അത് മാനദണ്ഡമാക്കുക അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നിർണായകമാകുക. ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ ഒരു അന്തിമ റിപ്പോർട്ട് ഈ കേരളത്തിലേക്ക് എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിച്ച് MLA-മാരുടെ അഭിപ്രായമടക്കം തേടിക്കൊണ്ടുള്ളൊരു റിപ്പോർട്ട് നിരീക്ഷകർ നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആ ഘട്ടത്തിൽ നിരീക്ഷകർ മുന്നോട്ട് വെച്ചൊരു കാര്യം, നിലവിൽ കേരളത്തിലെ സ്ഥിതിഗതികൾ വെച്ച് എത്രയും വേഗം ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഈ ഇത്തരത്തിലേക്കുള്ള ഒരു പോസ്റ്റർ യുദ്ധത്തിലേക്ക് അടക്കം പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അത് വൈകിപ്പിക്കാൻ പാടില്ല എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. അതിനുശേഷം കൃത്യം 4 മണിയോടുകൂടി തന്നെ ഇപ്പോൾ ഈ യോഗം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 3 നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാവുന്നതും പ്രതികൂലമാവുന്നതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അത്തരത്തിലേക്കുള്ള നിർണായക ഘടകങ്ങളൊക്കെ തന്നെയാണുള്ളത്. അതിൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ വലിയ പിന്തുണ, അത് തനിക്ക് അനുകൂലമാകുമെന്നൊരു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് KC വേണുഗോപാൽ ഉള്ളത്. അതൊരു പക്ഷേ നമ്മൾ കഴിഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഉള്ളൊരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏത് തരത്തിലേക്കുള്ളൊരു നയം സ്വീകരിച്ചു എന്നൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷേ KCക്ക് തന്നെയാണ് ഒരു സാധ്യത കൂടുതലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ പോലും സീനിയോറിറ്റി അത് മാനദണ്ഡമാക്കണമെന്നൊരു ആവശ്യമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 28-ാം വയസ്സിലൊക്കെ അദ്ദേഹം മന്ത്രിയായ ആളാണ്. അത്രയും വലിയ സീനിയോറിറ്റി ഉള്ള ആളാണ്. അത് മാനദണ്ഡമാക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അദ്ദേഹവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം, ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയില്ലെങ്കിൽ താൻ ക്യാബിനറ്റിൽ ഉണ്ടാവില്ല, അദ്ദേഹം ഉണ്ടാകില്ലാത്ത തരത്തിലേക്കുള്ള ചില അഭ്യൂഹങ്ങൾ, അത്തരത്തിലേക്കുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യം 4 മണിയോടുകൂടി തന്നെ ആ ചർച്ചകൾ ആരംഭിക്കും. അതിൽ ഈ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള നിലവിലെ സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒരുപക്ഷെ സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു വിഷയം. ഇപ്പോൾ നമുക്ക് KC വേണുഗോപാൽ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. KC വേണുഗോപാൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. പ്രതികരിക്കാൻ KC വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് വരുന്നുണ്ട്. വാഹനത്തിന്റെ ഗ്ലാസ് എന്തായാലും താഴ്ത്തിയിട്ടില്ല, അതുകൊണ്ട് പ്രതികരണത്തിന് സാധ്യതയില്ല. വിനീത, അപ്പോൾ ഇനി ചർച്ചയാണ്. മൂവരും എത്തിയിട്ടുണ്ട്. AICC നിരീക്ഷകർ എത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആര് മുഖ്യമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലല്ലോ.
സുഹേൽ, അത്തരത്തിലേക്ക് ഒരു വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത് അദ്ദേഹം പങ്കെടുത്തേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായമൊക്കെ തന്നെ പറയുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ കണക്കുകളിലേക്ക് മാത്രം കടന്നുകൊണ്ട് മറ്റ് ചർച്ചകളിലേക്കൊന്നും പോകാതെ ഒരുപക്ഷെ KCക്ക് ഒരു അനുകൂല സാഹചര്യം ഒരുങ്ങുകയാണ് എങ്കിൽ അപ്പോൾ തന്നെ മറ്റ് നേതാക്കൾ, അത് വി ഡി സതീശനും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും അതിൽ അതൃപ്തി അറിയിക്കുകയും പിന്നീട് ഒരു അന്തിമ തീരുമാനം എന്ന നിലയിൽ അത് സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി ചേർന്ന് എടുത്തുകൊണ്ട് അതിലൊരു അന്തിമ നിലയിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതാണെങ്കിലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു യോഗം തന്നെയാണുള്ളത്. ഇതിനോടകം തന്നെ ശേഷം കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, സുവർണ അവസരമാണ് മുഖ്യമന്ത്രി പദം മൂവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലെയിമുകളിൽ അവർ ഉറച്ചു നിൽക്കും. ഒരു ചെറിയ കോംപ്രമൈസിനും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മൂവരെയും ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കുക, ഒരാളിലേക്ക് തീരുമാനം എത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്ഥാനം കിട്ടാതെ പോകുന്ന മറ്റു രണ്ടുപേർക്ക് വേണ്ടിയുള്ള ഒരു കോംപ്രമൈസ് ഫോർമുല കൂടി ഈ പറഞ്ഞ ഹൈക്കമാൻഡ് രൂപീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം സങ്കീർണമാകും ചർച്ച, നല്ല സമയമെടുക്കാനും സാധ്യതയുണ്ട്. അല്ല വിനീത? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഏതാണെങ്കിലും ഇന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും അതിനിർണായകമായ ചർച്ച വളരെ അടുത്ത സമയം, അതായത് നെക്സ്റ്റ് സെക്കൻഡിൽ തുടങ്ങാൻ പോവുകയാണ്. എല്ലാ നേതാക്കളും നിരീക്ഷണവും അവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്നൊരു ചർച്ച നടത്തി കോംപ്രമൈസ് ഒരാളെ തീരുമാനിച്ച് സ്ഥാനം കിട്ടാത്ത രണ്ടുപേർക്ക് വേണ്ടിയുള്ള കോംപ്രമൈസ് ഫോർമുല അടക്കം രൂപീകരിക്കുന്നതുകൊണ്ട് തന്നെ അല്പം സമയമെടുക്കുന്ന ചർച്ചയാകും. കാത്തിരിക്കാം ഉദ്യോഗത്തോട് ആരായിരിക്കും മുഖ്യമന്ത്രി. ഇതോടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.